അതെ, നിന്നോടൊരു സഹായം ചോദിക്കാനായിട്ട് ഞാൻ പറ്റിയായിരുന്നു. ഇത് പൊക്കിത്തരാനാണെങ്കിൽ ഞാനില്ല, എനിക്ക് ജോലിക്ക് പോകണം. ഇത് പൊക്കിത്തരാനല്ല, കറണ്ട് ബില്ല് 2 മാസം അടച്ചിട്ടില്ല, അതുകൊണ്ട് ഫ്യൂസ് ഊരരുത്. ദിനേശ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ KSEBിൽ ജീവനക്കാരനൊക്കെ കാര്യം ശരി, പക്ഷെ കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരും. ഇന്നലെ കൂടി ഞങ്ങൾ 9 പീസ ഊരി, അറിയാമോ? 9 പീസ. പറഞ്ഞ പോലെ ഒരു പീസ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇതാരുടെ പീസ ആയിരിക്കും? അയ്യോ, ആ ലീലാമ്മ ചേച്ചിയുടെ പീസ് ആയിരിക്കും. വിളിച്ചു വെച്ചേക്കാം, ഊരിയ കൂട്ടത്തിൽ മറന്നുപോയതാ. ഹലോ ഹലോ, ലീല ചേച്ചി അല്ലേ? ചേച്ചി, ചേച്ചിയുടെ ഒരു പീസ് എന്റെ കയ്യിലുണ്ട്. ആ പീസ് അല്ല, KSEBിലെ രവിയാ ഞാൻ. കറണ്ട് ചാർജ് അടയ്ക്കാത്ത ഇന്നലെ പീസ് ഊരിയില്ലേ? അയ്യോ, അത് ചേട്ടൻ ഇന്ന് രാവിലെ അടച്ചോളൂ സാറേ, അതുകൊണ്ട് കുത്തി തരണേ. അത് ഇത്രയും കേട്ടസ്ഥിതിക്ക് ഞാൻ എന്തായാലും വരുന്നുണ്ടാ കേട്ടോ. ഓക്കെ സൗമ്യേ, ഞാനേ പോവാട്ടോ. അയ്യോ, ഇറങ്ങിയോ? ഇറങ്ങണേ, ഇന്ന് ഉച്ചക്ക് നേരത്തെ വരാം. ഞാൻ പോവായാലും. തരാനുള്ളത് തന്നില്ല. തരാറുള്ളത് തന്നില്ല, മറന്നു. ആൾക്കാരൊക്കെ ഇവനാണെങ്കിൽ അയ്യോ, അതല്ല, നീ മേടിക്കാനുള്ള കാശ് തന്നില്ലെന്ന്. ആൾക്കാർ എന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും സംഭവം ചീറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അയൽവക്കോട്ട് നിങ്ങളെ ഉള്ളൂ, ഒരു കണ്ണ് വേണം. സുന്ദരിയായ ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു കണ്ണ്, ഇവളുടെ 2 കണ്ണും ഉണ്ടാവും. അയ്യോ, ഞങ്ങള് നോക്കിക്കോളാം. രവി ധൈര്യമായിട്ട് വെക്കോ. അല്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. എന്നാലും അല്ല, 5-8 മാസമായിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, ഞങ്ങൾ എന്താ നോക്കാതിരിക്കുകയാണ്? അതെന്നാന്നറിയാമോ, നമ്മളിപ്പോ ഒളിച്ചോടി കല്യാണം കഴിച്ച ടീമല്ലേ, നമ്മുടെ ബന്ധുക്കാർക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. പക്ഷെ പ്രശ്നമല്ല, ഈ 8 മാസമായിട്ട് നിങ്ങൾ അന്വേഷിച്ച ഒരു കുടുംബക്കാർ വന്നതാണോ? എന്തൊരു ആൾക്കാരാ നിങ്ങളുടെ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, വരും, ഏതെങ്കിലും ഒരു സമയത്ത് വരും. മുത്ത് ഇവിടെ ഉണ്ടല്ലോ എന്റെ കൂടെ. അപ്പൊ പറഞ്ഞ പോലെ മോളെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ശരി ശരി. പടകം, കൊഴുവ്, അമ്മാവനാ? അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മാവനല്ലെന്ന്, ചുമ്മാ ഒരു അമ്മാവൻ. അതല്ല, അമ്പിളി അമ്മാവൻ വന്നിട്ട്. അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾക്കൊന്ന് ചോദിച്ചാൽ എന്താ? ചോദിക്കാനുള്ളതിനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആരാ? അമ്മാവനാ. അമ്മാവനോ? എനിക്ക് അമ്മാവനില്ലല്ലോ. എനിക്കില്ല. പിന്നെ ഇതാരുടെ അമ്മാവനാ? ഞങ്ങൾക്ക് അമ്മാവനില്ല. ഇല്ലേ? അത് ഞാൻ പറയുന്നത് പിടിച്ചേ. സംഭവം എന്താണെന്നറിയാമോ? ഇതേ അവിടെ വെക്ക്. പറഞ്ഞ എന്നാന്ന് പിടികിട്ടിയോ? പുതിയതായിട്ട് ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പുതിയതായിട്ട് അപ്പുറത്തെ വീട്ടില് ഒളിച്ചോടി കല്യാണം കഴിച്ച 8 മാസേ ആയിട്ടുള്ളൂ. ആണോ? അവന്റെ പേരെന്തുവാ? ഇവന്റെ അമ്മാവനല്ലേ? അതെ, പേരറിയാൻ പാടില്ലേ? പേര് ആലോചിക്കുന്ന കാര്യമില്ല. രവി. രവി 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 രവി. അവന്റെ പെണ്ണുമ്പിളുടെ പേരിന് സൗമ്യ. സൗമ്യ. ഇവരെങ്ങാണ്ട് പഴയ എന്തോ ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അത് കളഞ്ഞോ? കുളിച്ചോ? അത് കറണ്ട് ഓഫീസിലെ ലൈൻമാനാ. നല്ല ശമ്പള. ആണോ? രവിയുടെ അമ്മാവനായിരിക്കും. അമ്മാവനാ? എടി സൗമ്യേ, വേണ്ടൊരു അമ്മാവൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തോ നോക്കിയിരിക്കുക, ഇങ്ങോട്ട് വാ. ആദ്യമായിട്ട് വരുമല്ലേ? മുട്ട കുടുങ്ങി വെച്ചോടി. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ അന്തരീക്ഷം കൊള്ളാം. ഇവിടെ നിന്ന് ഇച്ചിരി പൈസ മാറ്റി അടിച്ച് മാറ്റാം. ആരാ? അമ്മാവനാ. അയ്യോ, രവിയേട്ടന്റെ. അമ്മാവ വാ വാ.
കേറി എന്ത് വന്ന കാലം നിന്നേളന്ന് കേറമ്മാവ. അല്ല, അതല്ല ഇച്ചിരി ധൃതിയുണ്ട് അതുകൊണ്ട്. എന്നാലും അമ്മാവന് വരാനുള്ള മനസ്സുണ്ടായോ? കരയല്ലേ കരയല്ലേ? ഇല്ല അമ്മാവ, സന്തോഷം കൊണ്ടാ. അതിൽ വരാൻ തോന്നിയല്ലോ എനിക്ക്. അമ്മാവ കേറിയിരിക്കും. ഞാനേ വന്നതിന്റെ കാര്യം എന്നാന്നറിയോ? കേറിയിരിക്കാൻ സമയമില്ല. എന്താ അമ്മാവ? ഞാൻ അവിടെ തീരുമാനമായിട്ട് വന്നതാ. വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇച്ചിരി പൈസ കൂടിപ്പോയി, അയ്യോ. എന്റെ കയ്യിൽ കൊടുക്കാനില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ എങ്ങാണ്ടാണല്ലോ നിങ്ങൾ താമസിക്കുന്നതെന്ന്. അങ്ങനെ ഓരോ വീട്ടിൽ കൂടെ ചോദിച്ചു പെറുക്കി ഇവിടെ വന്നതാ. ആണോ? വാടകയുടെ കാശിരിപ്പുണ്ട്, അത് മതിയാവോ? അല്ലാതെ നിർബന്ധം അങ്ങനെ ഇല്ല. ഇല്ല, ഞാൻ രവിയേട്ടൻ അമ്മാവൻ വന്ന് ചോദിക്കുമ്പോ തന്നില്ല, പിന്നെ രവിയേട്ടൻ അതൊരു പരിഭവമാവില്ലേ? ഞാൻ രവിയേട്ടനെ വിളിക്കാം എന്തായാലും, ഫോണിൽ അല്ല, വിളിക്കാം. ഫോണി വിളിക്കണ്ട അതാ? പൊളിയും എല്ലാം പൊളിയും. അല്ല, ഞാനൊരു കാര്യം ചെയ്യുന്ന, പൈസ എടുത്തിട്ട് വരാം. ഹലോ, ഹലോ. ആ രവിയേട്ടാ, ദേ അമ്മാവൻ വന്നിട്ടുണ്ട്. വരുവോ? എന്താ? അയ്യോ അയ്യോ, വേണ്ട വേണ്ട, ഇപ്പൊ സംസാരിക്കണ്ട, ലൈന് തൂങ്ങിക്കിടന്ന് ഇപ്പൊ സംസാരിക്കണ്ട. ശരി ശരി അമ്മാവ, അല്ല. അത് രവിയേട്ടൻ ലൈനിൽ തൂങ്ങിക്കിടക്കുവാണേ. ഇനി തൂങ്ങിക്കിടക്ക അവൻ എന്നെ വവ്വാലാണോ? മതിയാവോ അമ്മാവ? അല്ലെ, തൽക്കാലത്തിന് ഇത് മതി. ഞാനേ അവനോട് പറഞ്ഞേരും, ഞാൻ വന്നിട്ട് പോയി. അയ്യോ അമ്മാവൻ ചായ അല്ല, ചായ ഒന്നും വേണ്ട, ചായ ഒന്നും വേണ്ട. രവിയേട്ടൻ വന്നിട്ട് പോവാ എന്തായാലും. വേണ്ട, ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ ശരി. ഞാൻ അവനോട് പറഞ്ഞേര്. വെട്ട് അമ്മാവാ. അല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നപ്പോ പറ്റിപ്പോയി. എപ്പോഴാ വന്നേ? 2 മണിക്കൂറായി. വാ. അല്ല അല്ല രവി, അത് എപ്പോഴെങ്കിലും വന്നല്ലോ അമ്മാവ. ആരും തിരക്കാനില്ലായിരുന്നു, ഞങ്ങൾ അറിയാവാ. ഞാൻ അവളെ മുത്തിനെ പോലെ നോക്കണം, മുത്തിനെ പോലെ. എന്നിട്ട് അമ്മാവൻ ഇപ്പോഴെങ്കിലും വന്നല്ലേ? അങ്ങോട്ട് പോണു? ഞാൻ എന്നാന്ന് പറയാ, ഇവിടെ തീരുമാനമായിട്ട് വന്നതല്ലേ. എന്നിട്ട് അവിടെ പൈസ കൂടിപ്പോയി. അപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴാ ഈ അന്വേഷിച്ച് കേട്ട് ഇവിടെ വരെ വന്ന്. അത് സൗമ്യോട് ചോദിച്ചിരുന്ന തരുമല്ലോ. അവിടെ അമ്മാവൻ ഒരു പൈസയുടെ ആവശ്യം വന്നാൽ അവള് കൊടുക്കണ്ടേ? അവളോട് ചോദിച്ചാൽ തരുമായിരുന്നല്ലോ. അല്ല, അത് വേണ്ട, ശരിയല്ലോ. പെണ്ണുങ്ങളോട് പൈസ മേടിച്ചോണ്ട് ഞാൻ ഇവിടെ വാടകയൊക്കെ താമസിക്കണം, വാടക കാശ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവളെടുത്ത് തന്നേനെ ചോദിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങ് പോവാ. പോലെ പോലെ മോശം. എത്ര വേണ്ടത് അമ്മാവന്? 5000 ആയിരുന്നു. 4, 5, 6,000 അതെന്തിനാ? ബാക്കി മുറുക്കാൻ ചോദിച്ചോ? പ്രശ്നമല്ല. എന്റെ വീട്ടിലൊരു അമ്മാവൻ തിരക്കി വന്നല്ലോ, അവിടെ അമ്മാവൻ തിരക്കി വന്നല്ലോ. എന്നാ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്ങനെ പോവല്ലേ അമ്മാവ. നിങ്ങൾ മുട്ട സൗമ്യ, നീ അമ്മാവൻ വന്നിട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുവാണോ? ഒരു ചായയെങ്കിലും കൊടുത്തിട്ട് വേണ്ട ഇവിടെ. അതെ അതെ അല്ലേ? ചായ വേണ്ടത് ഇല്ല, വാ വാ, നമുക്ക് റെഡിയാക്കാം. പൊളിയുവാണല്ലോ. പിന്നെ നമുക്ക് ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം. ഇങ്ങ് വന്നേ, എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അമ്മാവ് കുളിച്ച് റെഡിയായിട്ട് ഇന്ന് ഇവിടെ അടിച്ചു പൊളിയാ. അടിച്ചു പൊളി. വാ വാ. നോക്കി നിൽക്കാൻ ഉളുപ്പുണ്ടോ നിനക്ക്? എന്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു അമ്മാവനോ കുമ്മാവനോ കയറി വന്നോ ഇവിടെ? അതിന് നമുക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടോ? കുഞ്ഞിക്കാലം അപ്പത്തൊട്ട് കാണിച്ചാലടി പൊക്കോ അവിടുന്ന്. ഞാൻ പോവും. ഇതെവിടെ പോകുന്നു? പൊക്കോന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞു പോകും. നീ ഒരു കാര്യം ചെയ്യ്, നീ മുട്ട എടുക്ക്. മുട്ട എടുക്കാം. മുട്ട എന്താ ഞാൻ ഭാഗത്തുനിന്ന് ഞാൻ പുഴുങ്ങാൻ പോണതേ ഉള്ളൂ. കേറി പൊടി. അമ്മാവനാ? അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മാവനല്ല, വെറും അമ്മാവൻ. അതല്ല അമ്പിളി, വേറെ അമ്മാവൻ. നിങ്ങൾക്ക് എന്താ ചോദിച്ചു? ആരാ? അമ്മാവനാ. നീ നിന്റെ മൊബൈൽ എടുക്ക്. എന്തിനാ? മൊബൈൽ എടുത്തിട്ട് ഇന്ന് വല്ല അങ്കിൾസ് ഡേ വല്ല ആണോ നോക്ക്. അല്ല, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ എന്നൊക്കെ ഉള്ള പോലെ ഉള്ള അമ്മാമാര് മുഴുവൻ ഇന്ന് കയറി വരുവാണല്ലോ. അതെ അതെ, ഈ അടുത്തെങ്ങാനും ഈ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഇത് ഇവിടെ രവി. രവി രവി സൗമ്യ. ആദ്യം വന്ന അമ്മാവന് പേരറിയില്ലായിരുന്നു, ഇപ്പൊ വന്ന അമ്മാവന് പേരറിയാം. കൃത്യമായിട്ട് രവിയുടെ അമ്മാവനാണ്. രവിയുടെ അമ്മാവൻ. രവി സൗമ്യ
അമ്മാവാ രവി ഒരു പട്ടിക്കാട്ട് എന്റെ അമ്മാവാ. ഇത് എന്റെ അമ്മാവനാ. ഇതാണ് എന്റെ അമ്മാവൻ. അതല്ലേ? ആ. അമ്മാവൻ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. നിങ്ങൾ തിരക്കാതിരിക്കാൻ പറ്റൂ. അല്ല എന്നാലും ഞങ്ങൾ ഇപ്പൊ 8 മാസമായി ഇവിടെ താമസിക്കാൻ വന്നിട്ട് എന്നാലും സന്തോഷം സാറേ, ഉണ്ടാവും. ഞാനിപ്പോ വന്നല്ലോ. പിന്നെ വേറെ സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. അവിടെ അമ്മാവനും വന്നിട്ടുണ്ട്. ആണോ? സൗമ്യ ഓ ഇങ്ങ് വന്നേ. ചേട്ടാ ദേ, എന്റെ അമ്മാവൻ വന്നിരിക്കുന്നത്. എന്റെ അമ്മാവൻ നിന്റെ അമ്മാവനെ കൂടെ വിളിക്കും. നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അടിച്ചു വിളിക്കാം. വിളിക്ക്, ഞാനും ഒന്ന് പരിചയപ്പെടുത്തേ. എന്റെ അമ്മാവനാ? ആ പിന്നെ നിന്റെ അമ്മാവന് വിളിയിടി. ഏതമ്മാവൻ? ഓ ഇപ്പൊ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയില്ലേ നിന്റെ അമ്മാവനെ വിളി. ഇത് എന്റെ അത് അമ്മാവൻ. ചേട്ടന്റെ അമ്മാവനല്ലേ? അത് ശരി, നീ ഉദ്യോഗം പൗരൊക്കെ ആയപ്പോ നീ എന്നെ ഒഴിവാക്കിട്ട് വേറെ അമ്മാവനെ മേടിച്ചോടാ. അതല്ല പിന്നെ? എടി അത് എന്റെ അമ്മാവനല്ല നിന്റെ അമ്മാവനല്ലേ. അയ്യോ എന്റെ അമ്മാവനൊന്നുമല്ല, ഞാൻ ചേട്ടന്റെ അമ്മാവനാന്ന് വിചാരിച്ചു. ആ നിന്റെ അമ്മാവനാണെന്നും പറഞ്ഞ് എന്നോട് 6000 രൂപയും മേടിച്ചു പുള്ളി. 6000 രൂപ? അയ്യോ ചേട്ടന്റെ അമ്മാവനാന്ന് പറഞ്ഞ വാടക കാശ് ഞാനും കൊടുത്ത്. ദിനേശാ, ഇങ്ങ് വന്നേ. എന്താ പ്രശ്നം? അത് അമ്മാവനല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഏതോ കിളവൻ വന്നേക്കണം. ചേട്ടാ പതിയെ പറയാ. ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന നോക്കണം കാലോ പറ്റിക്കാൻ വേണ്ടി ഒന്ന് പറ. പിടിക്കടാ. കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. അയ്യോ മുട്ട പൊട്ടി. അതെങ്ങനെ അറിഞ്ഞു നീ? ആ ഞാൻ പുഴുങ്ങാൻ എടുത്തപ്പോ മുട്ട കയ്യിൽ നിന്ന് വീണ് പൊട്ടിയത് പിന്നെ ഞാൻ അറിഞ്ഞില്ലേ. കൂടുതൽ പൊട്ടുണ്ടെങ്കിൽ പറഞ്ഞ നമുക്ക് അമ്മാവനെ പിടിക്കാം. അയാൾ നമ്മളെ പറ്റിച്ചു പോകണം, നമ്മൾ പിടിക്കണം. അവനെ ഇന്ന് ശരിയാക്കണം. നീ മുമ്പ് പോ, ഞാൻ പറയണ്ടാവും. അത് ഞാൻ മുമ്പ് വിട്ട് നീ എന്തിനാണ്? നീ അവനെ ശരിയാക്കണം, എനിക്ക് കാണണം. നീ ഒന്ന് വന്നിടാം. എന്താടി സൗമ്യ ആ കള്ളനാണ് ചേച്ചി വന്നേക്കുന്നത്. ദൈവമേ കാശ് വല്ലതും കൊടുത്താ? ഈശ്വര നിങ്ങൾ ഇത് എന്ത് വിശ്വസിച്ചുള്ള കാശെല്ലാം കൂടെ ഞാൻ 5000 കൊടുത്ത് ചേട്ടൻ 6000 രൂപയും കൊടുത്തു. ദൈവം നീ ഇത്ര മണ്ടിയാണോ പെണ്ണെ? എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി, ഞാൻ അങ്ങേറെ അമ്മാവനാന്ന് വിചാരിച്ചത്. നല്ല രസം ഇങ്ങനെ പോവാൻ. അതെ മതി മതി മതി, ഇനി അങ്ങോട്ട്. നീ അങ്ങോട്ടാ. ഞാനല്ല തല്ലി, അവനെ തല്ലി. എന്നെ നോക്കൽ തല തിരിഞ്ഞു പോയാ. താൻ ആരുടെ അമ്മാവനാന്നാണോ പറഞ്ഞ? ഒരു പ്രശ്നമില്ല, മേടിച്ച പൈസ. അല്ല അതോടെ ഇരിക്കട്ടെ. താൻ ആരുടെ അമ്മാവനാന്നാ പറഞ്ഞ? എന്റെ അമ്മാവൻ. എന്റെ അമ്മാവനോ? എന്റെ അമ്മാവൻ അടിയിൽ നിൽക്കണ അമ്മാവൻ യഥാർത്ഥ അമ്മാവൻ. ഞാനാണ് ഒറിജിനൽ അമ്മാവൻ. അതിന് തെളിവുണ്ടോ? ആ തെളിവുണ്ട്, വാ AC മുദ്ര കാണിച്ചു. അയ്യോ, വേണ്ട. ഞാൻ പറഞ്ഞേ, സത്യം പറ. നീ ആരുടെ? എന്നാ ഒരു സത്യം പറയാം. ഞാൻ സൗമ്യയുടെ അമ്മാവനാ. ചേട്ടാ വെറുതെ പറയട്ടെ, എന്റെ അമ്മാവനല്ല. ഇവിടെ അമ്മാവനല്ല, നീ പറ്റിക്കാൻ വേണ്ടി വന്നവനല്ലേ? നിന്റെ അമ്മനെ വിളിച്ചു ചോദിച്ചേ. എന്റെ അമ്മേനെ? എന്റെ അമ്മ മരിച്ചിട്ട് 5 വർഷമായി. അയ്യോ, ഓമന മരിച്ചു. അമ്മനെ? എന്റെ അമ്മയുടെ പേര് ഗീതേന്നാ. ഒളിയുള്ളൂ. ഇന്ന് നിന്റെ ഇടപാടുകൾ തീർക്കും. ബുൾസൈ അടിക്കുമ്പോൾ എന്നോട്ട് അടിക്കും. പറയടാ, താൻ ആരുടെ അമ്മാവനാണോ? താൻ പൈസ പറ്റിക്കാൻ വേണ്ടി വന്ന കള്ളനല്ലേ? അല്ല പേര് കള്ളനൊന്നും അല്ല, അമ്മാവൻ ഇവളുടെ അമ്മാവനാ. എന്റെ സൗമ്യ, നീ സത്യം പറഞ്ഞ് നിനക്ക് അമ്മാവനുണ്ടോ? ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അമ്മാവനില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നാണക്കേടാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. ചേട്ടാ പിന്നെ എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത്? കൊച്ചിലെ ഒളിച്ചോടി പോയി ഒരു ചിറ്റപ്പനുണ്ട് എനിക്ക്. ആ ചിറ്റപ്പനല്ലല്ലോ ഇത്. അല്ല, അമ്മാവനല്ലേ? ഇത് അമ്മാവൻ. അമ്മാവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലടാ. അടിക്കല്ല 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 അടിക്കല്ല. ഞാൻ അമ്മാവനല്ല, അമ്മാവനല്ല, അമ്മാവനല്ല. അമ്മാവനല്ല. എന്നാ ഒരു സത്യം പറയട്ടെ. ചെറുപ്പത്തിൽ ഒളിച്ചോടി പോയ ഇവളുടെ ചിറ്റപ്പനാ ഞാൻ.